അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ചൈനയിൽ നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. പെൻറ്റഗണിനേക്കാളും വലിയ സൈനിക കേന്ദ്രം ചൈന പണി കഴിപ്പിച്ചതായാണ് ആ റിപ്പോർട്ടുകൾ. റഷ്യ, യുക്രൈൻ, ഇസ്രയേൽ, ഇറാൻ യുദ്ധവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും തുടരുകയാണ്. അതേസമയം പെൻറ്റഗണിനേക്കാൾ 10 മടങ്ങ് വലിയ ഒരു സൈനിക നഗരം നിർമ്മിക്കാനാണ് ചൈന ഒരുങ്ങുന്നത്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ചൈന ബീജിങ്ങിന് സമീപം ഒരു വലിയ സൈനിക നഗരം നിർമ്മിക്കുന്നുണ്ട്. ഇത് US പെൻറ്റഗണിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഇതിനെ ബീജിംഗ് മിലിറ്ററി സിറ്റി എന്ന് വിളിക്കുന്നു. ബീജിംഗ് നഗരത്തിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വിസ്തീർണം ഏകദേശം 4 കിലോമീറ്റർ വീതിയുള്ളതാണ്. കൂടാതെ ഒരു ബങ്കറും ഇതിൽ ഉൾപ്പെടുന്നു. ഇതൊരു ആണവ യുദ്ധം ഉണ്ടായാൽ കമാൻഡ് സെന്ററായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു സുപ്രധാന വിവരം. ഈ പ്രദേശത്ത് ഡ്രോൺ പറത്തുന്നതും ചൈന നിരോധിച്ചിരിക്കുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2022 ബീജിങ്ങിനടുത്തുള്ള പ്രദേശം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെയും തുറസായ സ്ഥലങ്ങളുടെയും വിശാലമായ ഒരു സ്ഥലമായിരുന്നു. 2024 പകുതിയോടെ മുഴുവൻ പ്രദേശവും വൃത്തിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ റോഡുകളുടെയും തുരങ്കങ്ങളുടെയും ഒരു മുഴുവൻ ശൃംഖലയും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഡ്രോണുകൾ പറത്തുന്നതിന് കർശന നിരോധനമുണ്ട്. സമീപത്തുള്ള ഹൈക്കിംഗ് പാതകളും അടച്ചിരിക്കുന്നു. ചൈന ഇവിടെ ക്യാമറകളോ ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണമോ നിർത്തിവച്ചിരിക്കുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് ചൈന ഈ പദ്ധതി പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ചൈനയുടെ പുതിയ യുദ്ധ കമാൻഡ് സെൻ്ററാണ് അവിടെ ഉയരുന്നത് എന്നാണ് മറ്റുള്ളൊരു റിപ്പോർട്ട്. ചൈനയുടെ പുതിയ യുദ്ധ കമാൻഡ് സെൻറ്റർ പഴയ വെസ്റ്റേൺ ഹിൽസ് കമാൻഡ് സെൻറ്ററിന് പകരമാകാനാണ് സാധ്യതയുള്ളത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈന തങ്ങളുടെ ആണവായുധ ശക്തി അതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദശകത്തിൽ അമേരിക്കയ്ക്ക് തുല്യമാകുകയോ മറികടക്കുകയോ ചൈന ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധരെല്ലാം പറയുന്നത്. ലോകം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്നത് എടുത്തു പറയേണ്ടതാണ്. ചൈനയുടെ ഈ പ്രവർത്തനം ആഗോള സുരക്ഷാ വിദഗ്ധരുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും ആശങ്കകൾ എന്തായാലും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.